ഇപ്പോൾ മൊബൈലിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചാർജ് ഇല്ലെങ്കിൽ മൊബൈൽ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോകാന്ന് പറയുന്ന അതെ. ആളുകളുമുണ്ട്. കാലക്രമേണ ഈ 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആവും. ടോയ്ലറ്റിൽ പോകണമെന്ന് നമുക്കൊരു എസ്കേപ്പിസം ആണ്. സ്പെൻഡ് ചെയ്യും. ടെൻഷൻ ഫ്രീ സ്ഥലം. ടെൻഷൻ ഫ്രീ സ്ഥലമാണ്. അവരുടെ എപ്പോഴും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് മെയിൽസിന് ഇല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പ് ചെയ്യും. കാര്യം ഈ മൊബൈൽ എടുത്താലേ പിന്നെ ബാത്റൂമിൽ പോവുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. ഒരു കഞ്ഞി കുടിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നും നമുക്കില്ല. അപ്പൊ കഞ്ഞി നമ്മുടെ വയറ് തന്നെയാണല്ലേ പഴങ്കഞ്ഞി. പഴങ്കഞ്ഞി തന്നെ വേണം. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർനൈറ്റ് അത് വെക്കുമ്പോൾ ഫെർമെന്റേഷൻ നടക്കുകയും നല്ല ബാക്ടീരിയാസ് അതിൽ വരികയും അതൊരു പ്രോബയോട്ടിക് ആയിട്ട് മാറുകയും ചെയ്യും. നല്ല ബാക്ടീരിയാസിന്റെ കോളനീസ് ഇംപ്രൂവ് ചെയ്യാൻ അത് നമ്മുടെ പഴങ്കഞ്ഞി, തൈര്, ദഹനം നടന്നാലാണല്ലോ നമ്മുടെ ന്യൂട്രിയൻസ്, കഴിക്കുന്ന ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് എത്തുക. എന്നാലാണ് മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക. IBS ഉള്ള വ്യക്തികള് വണ്ണം കുറയും. അവർ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കഷ്ടപ്പാടും വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 4-5 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരും. അത് നല്ല ക്വാണ്ടിറ്റി തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. IBS, ലോങ് സ്റ്റാൻഡിങ് IBS, കൂടുതലും IBS ഡയറിയ ടൈപ്പിൽ വെയിറ്റ് ലോസ് കാണപ്പെടാറുണ്ട്. മെയിൻ ആയിട്ട് ഒഴിവാക്കേണ്ടത് ഹൈ ഫോഡ്മാപ്പ് ഫുഡ് എന്ന് പറയും. ഡെഫിനറ്റ്ലി ആൽക്കഹോൾ എന്തായാലും ഒഴിവാക്കണം. മദ്യത്തിനോട് നോ. അരി കഴിക്കുകയാണെങ്കിലും പോളിഷ്ഡ് റൈസിന് പകരം തവിട് കളയാത്ത അരി കഴിക്കാൻ നോക്കുക. രാവിലെ തന്നെ ബ്ലാക്ക് കോഫി കുടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഇരിച്ചലാണ്. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ബ്ലാക്ക് കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻ കൂടും. സ്കൂളിലും പഠിക്കുമ്പോൾ പണ്ട് 2 ദിവസം ടോയ്ലറ്റിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വീട്ടുകാർക്ക്. ഇങ്ങനെ സ്കൂളിൽ പറഞ്ഞേക്കും, സ്കൂളിൽ പോയിട്ട് ടോയ്ലറ്റിൽ പോയിക്കോന്ന് പറയും. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ അച്ഛനൊക്കെ പറയും ഒരു പഴം എടുത്ത് കഴിച്ചാൽ മതി, രാവിലെ ആകുമ്പോൾ ഓക്കെ ആയിട്ട് ടോയ്ലറ്റിൽ പോയിക്കോളും എന്ന് പറയും. അപ്പം ഇപ്പോഴാണ് കൂടുതലും കുട്ടികളിൽ കാണുന്നുണ്ട് കേട്ടോ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ഒരു സംഭവം കേൾക്കുന്നുണ്ട്. ഈ ഒരു ജനറേഷനിൽ എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലോട്ടിങ് അതൊക്കെ കൂടുതലായിട്ട് കാണുന്നത്? ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കോൺസ്റ്റിപ്പേഷനും ബ്ലോട്ടിങ്ങും ഒക്കെ കൂടുതലായിട്ട് സിംറ്റംസ് ഇപ്പോഴത്തെ ജനറേഷനിൽ കാണുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഫൈബർ കണ്ടന്റ് വളരെ കുറവായിട്ടുള്ള ഫുഡാണ് ഇപ്പോഴത്തെ നമ്മളെല്ലാവരും പൊതുവെ കഴിക്കുന്നത്. ബേക്കറി ഐറ്റംസ്, അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗേഴ്സ്, റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് നമ്മൾ കൂടുതലും കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കോൺസ്റ്റിപ്പേഷൻ ഒക്കെ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹൈ ഫോഡ് മാപ്പ് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും കഴിക്കുന്നത്. ഈ മൈദ, അതുപോലെ മിൽക്ക്, ആപ്പിൾ, അതുപോലത്തെ ഹൈ ഫോഡ് മാപ്പ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് കൂടുതലും കഴിക്കുന്നത്. അതൊക്കെ ഈ ബ്ലോട്ടിങ്ങും ഡയറിയ, കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇപ്പൊ നമ്മള് ഇപ്പൊ കൂടുതലും ആൾക്കാർ ജിമ്മിലേക്കും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റിനൊക്കെ ഇമ്പോർട്ടൻസ് ഇപ്പൊ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് റീസെന്റ്. പക്ഷെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഈ സെഡന്ററി ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഓഫീസ്, കുറെ ലോങ് ഓഫീസ് അവേഴ്സ്, കുറെ നേരം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യുക, ഇരുന്ന് വർക്ക് ചെയ്യുക. അപ്പൊ എഡിറ്റിംഗ് ഒക്കെ, ഇപ്പൊ നിങ്ങളുടെ മീഡിയ കമ്മിറ്റിക്കാരൊക്കെ ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും അവർ ഫുഡും വേണ്ട ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം എന്നുള്ള രീതിയിലാണ് അവര് ചെയ്യാറ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും രാത്രിയാവും. രാത്രി ലേറ്റ് ആവും. ലേറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുക, ഫുഡ് കഴിച്ചിട്ട് വിത്തിൻ 2 മണിക്കൂറിനുള്ളിൽ കിടക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ബ്ലോട്ടിങ്, അതുപോലെ പുളിച്ചത് കിട്ടല്, അതൊക്കെ കൂടുതലായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം തന്നെ കിടക്കുന്ന ആൾക്കാരിലൊക്കെ കാണാറുണ്ട്. പിന്നെ അതുപോലെ ഉറക്കം, ഒരു 7 to 8 മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും വയറിനെ ബാധിക്കും, ദഹനത്തിനെ ബാധിക്കും, നമ്മുടെ ബോഡിലി ഫങ്ഷൻസിനെ ബാധിക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ടാണ് കൂടുതലും ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, ബ്ലോട്ടിങ്, അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും കൊണ്ട് തന്നെയാണ്. കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ വരാൻ സാധ്യതയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ IBS ഉള്ള ആളുകൾക്ക് ഈ കുടൽ സംബന്ധമായിട്ടുള്ള ക്യാൻസർ വരുമോ? IBS ഉള്ള ആളുകൾക്ക് ക്യാൻസർ വരുമോ? ഒരിക്കലും ഇല്ല. നമുക്ക് IBS കാരണം അല്ലെങ്കിൽ IBS കുറെ കാലം നിന്നതുകൊണ്ട് ഒരാൾക്ക് ക്യാൻസർ ഒന്നും വരില്ല. കാരണം ഒരിക്കലും IBS ഞാൻ പറഞ്ഞ പോലെ ഫങ്ഷണൽ ഡിഫക്റ്റ് ആണ്. അതൊരിക്കലും ഒരു കുടലിന്റെ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യുന്നില്ല. അതൊരു ഫങ്ഷണൽ ആയിട്ടുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടും നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസിന്റെ കോളനീസ് കുറയുന്നത് കൊണ്ടും ഉണ്ടാവുന്ന അസുഖമാണ് IBS എന്ന് പറഞ്ഞത്. അതല്ലാണ്ട് അതൊരു ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കില്ല. വേറെ പല അസുഖങ്ങളും പോലെ GERD എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ IBD, അല്ലെങ്കിൽ H. pylori ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രൈറ്റിസ് എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ടിഷ്യൂ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമലി കാണുന്ന വയറിൽ കാണുന്ന സെൽസിന് ആൾട്രേഷൻ വരുത്തുന്ന അസുഖങ്ങളുണ്ട്. അങ്ങനത്തെ അസുഖമല്ല IBS. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമുക്ക് IBS കാരണം ക്യാൻസർ ഉണ്ടാക്കും, അല്ലെങ്കിൽ IBS കുറെ കാലം നിന്ന് കഴിഞ്ഞാൽ അത് ക്യാൻസർ ആയിട്ട് മാറും എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പല പേഷ്യൻസിനും പക്ഷെ ഈ പേടിയുണ്ട്.
കാര്യം വെച്ചാൽ IBS-ൽ നമുക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു സിംറ്റം അല്ല IBS-ൽ വെയിറ്റ് ലോസ്. പക്ഷെ കുറെ കാലം IBS ഡയറിയ ആയിട്ടുള്ള പേഷ്യൻസിന് അവർക്ക് ദഹനം ശരിക്കും നടക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് വെയിറ്റ് ലോസ് കാണാറുണ്ട്. ഓവർ ദ ഇയേഴ്സ് വെയിറ്റ് ലോസ് കാണാറുണ്ട്. അപ്പൊ അവർ വിചാരിക്കും, പേടിക്കും, എനിക്ക് ക്യാൻസർ ആണോ, എനിക്കിനി വേറെ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളാണോ എന്ന് പേടിക്കും. പക്ഷെ ഒരിക്കലും IBS പേഷ്യൻസിന് ഒരിക്കലും IBS കാരണം ക്യാൻസർ, കൊളോറക്ടൽ ക്യാൻസറോ അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ ടോയ്ലറ്റ് പോയിക്കൊണ്ടിരുന്നാൽ ആളുകൾ പറയും, തിന്നത് മുഴുവൻ ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോയി നിറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ എന്താ ഉണ്ടാവുക, നിന്റെ ശരീരത്തിൽ എന്താ ഉണ്ടാവുക എന്ന് ചോദിക്കും. ഈ IBS ഉള്ള വ്യക്തികൾ വണ്ണം കുറയോ? IBS ഉള്ള വ്യക്തികൾ വണ്ണം കുറയുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാവരിലും നമുക്ക് വെയിറ്റ് ലോസ് IBS കാരണം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മിക്ക പേഷ്യൻസിലും അല്ലെങ്കിൽ ചില പേഷ്യൻസിലൊക്കെ IBS, ലോങ് സ്റ്റാൻഡിങ് IBS, കൂടുതലും IBS ഡയറിയ ടൈപ്പിൽ വെയിറ്റ് ലോസ് കാണപ്പെടാറുണ്ട്. കാര്യം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം. ഒരു ദിവസം 4-5 പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരും. അത് നല്ല ക്വാണ്ടിറ്റി തന്നെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിൽ ദഹനം ശരിക്കും നടക്കില്ല. ദഹനം നടന്നാലാണല്ലോ നമ്മുടെ ന്യൂട്രിയൻസ്, കഴിക്കുന്ന ന്യൂട്രിയൻസ് ബ്ലഡിലേക്ക് എത്തിയിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അത് എത്തുക. എന്നാലാണ് മസിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുക, നമ്മുടെ ശരീരത്തിന് വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ IBS ഡയറിയ ഉള്ള പേഷ്യൻസിൽ, ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള പേഷ്യൻസിൽ വെയിറ്റ് ലോസ്, പക്ഷെ ഈ ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങൾ പോലെ മാർക്കഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ് അല്ലെങ്കിൽ പോലും അവർ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ കഷ്ടപ്പാടും വെയിറ്റ് ലോസ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല, മൊബൈൽ ഫോണാണ്. എത്ര വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും ടോയ്ലറ്റിൽ പോകുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് കൊണ്ടുപോകും. ആ ശീലം എത്ര ശ്രമിച്ചിട്ടും മാറുന്നില്ല. അത് വളരെ മോശമാണെന്ന് എനിക്കറിയാം. എന്നെ പോലത്തെ ഒരുപാട് ആളുകളുണ്ട്, പ്രായഭേദമന്യേ, ചെറുപ്പക്കാരായാലും വലിയ ആളുകളായാലും ടോയ്ലറ്റിൽ പോകുമ്പോൾ ന്യൂസ് കാണുക, പ്രത്യേകിച്ച് ഇപ്പോൾ റീൽസ് ഉണ്ടല്ലോ, റീൽസ് സ്ക്രോൾ ചെയ്യുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അപ്പോൾ ഒരുപാട് മണിക്കൂർ നമ്മൾ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് നമ്മൾ ടോയ്ലറ്റിൽ പോകേണ്ട ഒരു സമയം അരമണിക്കൂർ നമ്മൾ മൊബൈലിൽ നോക്കിയിട്ട് ടോയ്ലറ്റിലിരിക്കും. അങ്ങനെ ടോയ്ലറ്റിലിരിക്കുന്നവരോട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 മിനിറ്റ് ടോയ്ലറ്റിൽ ഇരിക്കാൻ വേണ്ടി 10 മിനിറ്റ് മാത്രമേ നമ്മൾ മൊബൈൽ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ എണീറ്റ് വരും. പക്ഷെ കാലക്രമേണ ഈ 10 മിനിറ്റ് എന്നുള്ളത് 20 മിനിറ്റ് ആവും. അത് മലം പോവാൻ 20 മിനിറ്റ് എടുക്കണോണ്ടല്ല, മലം ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പോയി തീർന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കണ്ട വീഡിയോ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞാലേ വീഡിയോ കഴിയുണ്ടാവുള്ളൂ. അപ്പൊ 20 മിനിറ്റ് നമ്മൾ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. പിന്നെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ടോയ്ലറ്റിൽ പോകണമെന്ന് നമുക്കൊരു എസ്കേപ്പിസം ആണ്. വീട്ടിലത്തെ ബാക്കി റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് രക്ഷപ്പെടാലോ എന്ന് വിചാരിച്ചിട്ട് ടോയ്ലറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇപ്പോഴത്തെ ഇപ്പൊ 20s ഉള്ള ആൾക്കാരുടെ കാര്യമല്ല, ഒരു 35-40 വയസ്സുള്ള ആൾക്കാർ വീട്ടിലത്തെ ബാക്കി റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഒന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് അവർ ടോയ്ലറ്റിൽ സ്പെൻഡ് ചെയ്യും. ടെൻഷൻ ഫ്രീ സ്ഥലമാണ് അവരുടെ എപ്പോഴും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു, പ്രത്യേകിച്ച് മെയിൽസിന് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിപ്പേഷൻ ഇല്ലാത്ത കോൺസ്റ്റിപ്പേഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ പൈൽസ്, IBS പോലത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു ശീലമാവും. കാര്യം ഈ മൊബൈൽ എടുത്താലേ പിന്നെ ബാത്റൂമിൽ പോവുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അത് ഒരിക്കലും നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ സമയം മലം പോവാൻ ടൈം എടുക്കും. 10 മിനിറ്റ് കൊണ്ട് പോകേണ്ട മലം പിന്നെ കുറച്ച് കഴിയുമ്പോൾ 20 മിനിറ്റ് കൊണ്ടും 45 മിനിറ്റ് കൊണ്ടും 1 മണിക്കൂർ കൊണ്ടൊക്കെയാണ് പിന്നെ പോവുക. പിന്നെ പോയി തീർന്നിട്ടില്ല എന്നുള്ള ഒരു ഫീലിങ്ങും ഇനിയും പോകാനുണ്ടെന്നുള്ള ഒരു ഫീലിങ്ങോട് കൂടിയിട്ടും എണീറ്റ് വരേണ്ട അവസ്ഥയിലേക്ക് വരെ എത്താം. അപ്പോൾ ഒരിക്കലും മൊബൈൽ എടുത്തിട്ട് ബാത്റൂമിൽ പോണത്, അത് ഞാൻ 5 മിനിറ്റല്ലേ ഉള്ളൂ 10 മിനിറ്റല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അത് പിന്നെ കൂടും. കാരണം ചിലര് പറയുന്ന കേട്ടിട്ടുണ്ട്, ഇപ്പൊ മൊബൈലിൽ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചാർജ് ഇല്ലെങ്കിൽ മൊബൈൽ ഒരു 10 മിനിറ്റ് ചാർജ് ചെയ്തിട്ട് ടോയ്ലറ്റിൽ പോവാന്ന് പറയുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും അതൊരു നല്ല ശീലമല്ല. അത് എത്രയും പെട്ടെന്ന് നിർത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിർത്തുന്നതാണ് നിങ്ങളുടെ ഗട്ട് ഹെൽത്തിന് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഫുഡ് നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ്. സ്ട്രെസ് വന്നാൽ ഫുഡ് കഴിക്കുക, സന്തോഷം വന്നാൽ ഫുഡ് കഴിക്കുക, സങ്കടം വന്നാൽ ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഈ IBS ഉള്ള ആളുകളും ഫുഡ് കഴിക്കുമല്ലോ. അപ്പോൾ ഇവർ ഭക്ഷണത്തിൽ, IBS ഉള്ള ആളുകൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട 5 സാധനങ്ങൾ, അല്ലെ ഒഴിവാക്കേണ്ട 5 ഫുഡ് എന്താണ്? മെയിനായിട്ട് ഒഴിവാക്കേണ്ടത് ഹൈ ഫോഡ്മാപ്പ് ഫുഡ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഈ ഉള്ളി, ഗാർലിക്, അതുപോലെ പാല്, പിന്നെ വാട്ടർമെലൺ, അതുപോലത്തെ മഷ്റൂം, അതുപോലത്തെ ഹൈ ഫോഡ്മാപ്പ് ആയിട്ടുള്ള ഫുഡ് കുറച്ച് കാലത്തേക്കെങ്കിലും ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒഴിവാക്കേണ്ടത് ഡെഫിനറ്റ്ലി ആൽക്കഹോൾ എന്തായാലും ഒഴിവാക്കണം. മദ്യത്തിനോട് നോ. അതൊരു ഫുഡ് ഐറ്റം അല്ലെങ്കിലും മദ്യം ഒരിക്കലും അഡ്വൈസബിൾ അല്ല IBS പേഷ്യൻസിന്. പിന്നെ ഒഴിവാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് തീർച്ചയായിട്ടും ഒഴിവാക്കണം. ലോ ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള
ഫുഡ് ഐറ്റംസ്, അതായത് ഈ മൈദ പോലത്തെ കുറച്ച് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഫൈബർ കണ്ടൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഫുഡ് ഐറ്റംസ് ഒന്ന് ഒഴിവാക്കി കുറച്ചും കൂടെ ഫൈബർ കണ്ടന്റ് ഉള്ള, അതായത് നമ്മൾ അരി കഴിക്കുകയാണെങ്കിലും പോളിഷ്ഡ് റൈസിന് പകരം തവിട് കളയാത്ത അരി കഴിക്കാൻ നോക്കുക. അതുപോലെ വീറ്റ് ആട്ട കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഫൈബർ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള വീട്ടിൽ തന്നെ നമ്മൾ ഗോതമ്പായിട്ട് വാങ്ങിച്ച് ഉണക്കി പൊടിപ്പിച്ച് കഴിക്കാൻ നോക്കുക. നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റിലുള്ള ആട്ടയൊക്കെ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ളതും ഫൈബർ കണ്ടന്റ് കുറവായിട്ടുള്ളതുമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. പിന്നെ ഈ വീറ്റിന്റെ കാര്യം സ്പെസിഫിക്കലി പറഞ്ഞത്, ചില ആൾക്കാർക്ക് ഗ്ലൂട്ടൻ അലർജി ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വീറ്റ് കഴിക്കണ്ട, ബാക്കിയുള്ള ഫുഡ്സ് കഴിച്ചാൽ മതി. അങ്ങനെ ഇല്ലാത്തവർക്ക് വീറ്റ് കഴിക്കണോണ്ട് കുഴപ്പമില്ല. രാവിലെ എണീറ്റ് കഴിഞ്ഞാല് ബ്ലാക്ക് കോഫി കുടിക്കുന്നത് നമ്മൾ ലിവറിനൊക്കെ നല്ലതാണെന്ന്, ഫാറ്റ് ലിവറിൽ ഉള്ള ആളുകൾക്ക് നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീച്ച് ബ്ലാക്ക് കോഫി കുടിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ മിക്കവരും. കോഫി കുടിച്ച് കഴിഞ്ഞാൽ മൂഡ് ഓക്കെ ആവും, കോഫി കുടിച്ച് കഴിഞ്ഞാൽ ഡേ മുഴുവൻ കോൺഫിഡൻസ് ആവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഗ്യാസ് ഉള്ള ആളുകൾക്ക് രാവിലെ തന്നെ ബ്ലാക്ക് കോഫി കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇരിച്ചലാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഈ ബ്ലാക്ക് കോഫി കുടിച്ചാൽ നമുക്ക് കോൺഫിഡൻസ് കിട്ടും, അല്ലെങ്കിൽ രാവിലെ തന്നെ മൂഡ് ഓൺ ആവും എന്നൊക്കെ പറയുന്നത് ഒരു തരം സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആണ്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് അതിന് കാര്യമായിട്ട് കഫീൻ്റെ അങ്ങനത്തെ വലിയൊരു എഫക്റ്റ് ഒന്നും, ഒരു ഹോൾ ഡേ നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കും എന്നുള്ള ഒരു എഫക്റ്റ് ഒന്നും ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ രാവിലെ തന്നെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഈ ബ്ലാക്ക് കോഫി ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ സെക്രീഷൻ കൂടും. അതായത് നമ്മുടെ വയറിന് മനസ്സിലാവുക എന്തോ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, ഫുഡ് എന്തോ കഴിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണം എന്ന് നമ്മളെ വയറിനൊരു സിഗ്നൽ കിട്ടുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ഫുഡൊന്നും കഴിക്കുന്നില്ല, ബ്ലാക്ക് കോഫി മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ വയറിന്റെ ആസിഡ് സെക്രീഷൻ കൂട്ടുകയും നമ്മുടെ ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള വയറിന്റെ കുറച്ചും കൂടി ഇറിറ്റേറ്റ് ആവുകയും ചെയ്യും. അപ്പം നമുക്ക് ആ വയറിന്റെ ഡിസ്കംഫർട്ടും വയറിരിച്ചിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഒരിക്കലും നമ്മൾ രാവിലെ എണീറ്റിട്ട്, ഇങ്ങനത്തെ ആൾക്കാർ രാവിലെ എണീറ്റിട്ട് ഫസ്റ്റ് തന്നെ കാപ്പി കുടിക്കണേക്കാളും നല്ലത് ആദ്യം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കാപ്പി കുടിക്കാൻ നോക്കുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട്, അതായത് നമുക്ക് ഗ്യാസ്ട്രിക് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ സെക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ ദഹിപ്പിക്കാനുള്ള എന്തെങ്കിലും ഫുഡ് അതിൻ്റെ ഒപ്പം കഴിച്ചാൽ മതി. അപ്പൊ പിന്നെ ആ ഡിസ്കംഫർട്ട് അധികം ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി, അതായത് നമ്മൾ രാവിലെ എണീറ്റ് ഒരു കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വയറ്റിൽ നിന്ന് പോകുമല്ലോ, ആ ചൂടൊക്കെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ വയറ്റിൽ നിന്നൊക്കെ പോകാൻ സുഖമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഫസ്റ്റ് തന്നെ കാപ്പി കുടിക്കണ്ട, ഒരു ചൂടുവെള്ളം കുടിച്ചാലും ഇത് എഫക്ട് തന്നെയാണ് കിട്ടുക. ഗ്യാസ്ട്രിക് മോട്ടിലിറ്റി കൂട്ടും കോഫി, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഗ്യാസ് ഉള്ള ആൾക്കാർക്ക് അതൊരു ഇറിറ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും നല്ലത് ചൂടുവെള്ളം, ഒരു മൈൽഡ് ആയിട്ടുള്ള ചൂട് വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത് കാപ്പിക്ക് പകരം. ഇനി കാപ്പി കുടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെയോ കാപ്പി കുടിക്കാവുന്നതാണ്. അല്ലാണ്ട് ബാക്കിയുള്ളതൊക്കെ ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിനൊരു സയന്റിഫിക് എവിഡൻസോ പ്രൂഫോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല. ഓക്കെ. ഗ്യാസ് നമ്മളെ വീട്ടിൽ വെക്കുന്ന സിലിണ്ടർ ഗ്യാസ് അല്ല, പക്ഷെ നമ്മളെ ശരീരത്തിൽ വരുന്ന ഗ്യാസാണ്. പൊട്ടാറ്റോ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്, ഉരുളക്കിഴങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്, കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്. ഇതൊക്കെ കഴിക്കാൻ ഭയങ്കര കൊതിയുണ്ടാവും, പക്ഷെ ഇത് കഴിക്കുകയും ചെയ്യും എന്ത് വെച്ചാലും. പക്ഷെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസായിരിക്കും. അപ്പോൾ ഇത് കഴിച്ചു കഴിയുമ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, ഗ്യാസിന് കുറച്ച് ശമനം കിട്ടണമെങ്കിൽ ഇടതുവശം ചെരിഞ്ഞ് കിടന്നാൽ മതിയെന്ന്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ? കുറച്ച് വീഡിയോസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ഗ്യാസ് ഉള്ള ആളുകൾ ഇടതുവശം ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അതിന് കുറച്ച് ആശ്വാസം കിട്ടുന്നു. ശരിയാണ്? അത് സയന്റിഫിക്കലി ശരി തന്നെയാണ്. കാര്യം നമ്മുടെ സ്റ്റൊമക്ക്, വയറ് വരുന്നത് ഇടത്തെ ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഇടത്തെ ഭാഗം ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് കണ്ടൻസ് മൊത്തം ഇടത്തെ ഭാഗത്തേക്ക് വരികയും സ്റ്റൊമക്കിലേക്ക് വരികയും ഫുഡ് പൈപ്പിലേക്ക് അധികം കണ്ടൻസ് വരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ഈ ഗ്യാസിനേക്കാൾ കൂടുതൽ എരിച്ചിൽ, അതായത് പുളിച്ചത് കിട്ടല്, നെഞ്ചെരിച്ചിൽ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഇടത്തെ ഭാഗം ചെരിഞ്ഞ് കിടക്കണം കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഒരിക്കലും കിടക്കരുത്. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ്ട്രിക്, അതായത് നമ്മൾ വയറിൽ നിന്ന് കുടലിലേക്ക് ഭക്ഷണം പോകാനുള്ള നേരമാണ് 2 മണിക്കൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് കണ്ടൻസ്, വയറിലുള്ള കണ്ടൻസ് മേലേക്ക് ഫുഡ് പൈപ്പിലേക്ക് തികട്ടി വരികയും, ഇവിടെ ഒരു വാൽവ് ഉണ്ട്, നമ്മുടെ ഫുഡ് പൈപ്പ് കഴിഞ്ഞിട്ട് വയറിലേക്ക് ഓപ്പൺ ചെയ്യണതിന്റെ അവിടെ ഒരു വാൽവ് ഉണ്ട്, ലോവർ ഈസോഫേജിയൽ സ്ഫിങ്ക്റ്റർ എന്ന് പറയും. ആ സ്ഫിങ്ക്റ്ററിന് കേടുപാടുകൾ ഉണ്ടാവുകയും GERD എന്ന് പറയുന്നിട്ടുള്ള ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഡെവലപ്പ് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരിലാണ് നെഞ്ചെരിച്ചിൽ കൂടുക, പുളിച്ച് തികട്ടി വരിക, എപ്പോഴും ഛർദ്ദിക്കാൻ വേണ്ടി വരിക, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ
ഇങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് അപ്പം തന്നെ കിടക്കുന്ന ആൾക്കാരിൽ കാണുന്നതാണ്. പ്രത്യേകിച്ചും ഈ രാത്രിയൊക്കെ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കിടക്കുന്ന ആൾക്കാരിലാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കിടക്കാന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരിലാണ് ഈ അസുഖം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കാവുള്ളൂ. അങ്ങനെ കിടക്കുമ്പോഴും ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ ഇടത്ത ഭാഗം ചെരിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവന് ഗ്യാസാണ്, ഇവനറിയാം ഇവന് ഗ്യാസാണ് എന്നുള്ളത്. എന്ത് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസാണ്, അല്ലെങ്കിൽ കഴിക്കാൻ പറ്റില്ല. വിശക്കുന്നുണ്ടാവും പക്ഷെ പറയും എനിക്ക് ഗ്യാസാവും, എനിക്ക് വേണ്ടാന്ന് പറയും. ഒരു ദിവസം ഇവന് ഭയങ്കര വയറുവേദനയായി. ഇവൻ വിചാരിച്ച് അറ്റാക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ചു. അത്ര രീതിയിൽ ഈ ഗ്യാസിന്റെ പ്രശ്നം വരുന്ന ആളുകൾ ഉണ്ടോ? ഡോക്ടറെ അടുത്ത് വന്നിട്ടുണ്ടോ പേഷ്യൻസ്? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം നമ്മളെപ്പോഴും ഗ്യാസിന്റെ സിംറ്റംസ്, ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ GERDയുടെ സിംറ്റംസ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന നെഞ്ചരിച്ചില്, നെഞ്ചുവേദന, അത് കൂടുതലും ഇടത്തെ ഭാഗത്തേക്കായിട്ടായിരിക്കും നെഞ്ചുവേദന തോന്നുക. അപ്പൊ എപ്പോഴും അവർ വിചാരിക്കുക വേറെ പ്രീവിയസ് ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഗ്യാസിന്റെ ഇഷ്യൂസ് ഒന്നും വല്ലാണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് ഈ വേദന വരുമ്പോൾ വിചാരിക്കുക അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് വരികയാണ്. പിന്നെ അതിന് അങ്ങനെ ആലോചിച്ച് പേടിച്ചത് തന്നെ വേർക്കാനും തുടങ്ങും. അപ്പൊ ഇതൊക്കെ അറ്റാക്കിന്റെ സിംറ്റം ആണെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ മൈൻഡിലേക്ക് പോവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ GERD അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിനൊക്കെ മിമിക് ചെയ്യുന്ന, അതായത് നമ്മുടെ ഹാർട്ട് അറ്റാക്കിനെ മിമിക് ചെയ്യുന്ന സിംറ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ അതൊക്കെ വിചാരിച്ച് പേടിക്കാറുണ്ട്. അത് പേടിക്കാറുണ്ട്. വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അവരിത് കൊണ്ടുപോയിട്ട് ECG എടുത്തു കഴിഞ്ഞാൽ ECGയിലും വേരിയേഷൻസ് കാണും. അത് അവരുടെ പേടിയും ആ പെയിന്റേയും കാരണമാണ് ECGയിൽ ചെറിയൊരു വേരിയേഷൻസ് കാണാം. അപ്പൊ അവർ ഉറപ്പിക്കുക എനിക്ക് അറ്റാക്ക് ആണ്. പക്ഷെ എന്നാലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രോപ്പോണിൻ T എന്ന് പറഞ്ഞിട്ടുള്ള ഹാർട്ട് അറ്റാക്കിന്റെ മാർക്കേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നോർമൽ ആയിരിക്കും. ഗ്യാസ് അത്ര നിസ്സാരമല്ല, ഒരിക്കലും അല്ല. അത് നിസ്സാരം ബാക്കിയുള്ളവർക്ക് തോന്നും. കാര്യം നമുക്ക് വേറെ വലിയ വലിയ മാരകമായിട്ടുള്ള അസുഖമൊന്നും അല്ലാത്ത കാരണം അത് പുറമേ ഉള്ളവർക്ക് അത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അത് ഏറ്റവും എഫക്ട് ചെയ്യുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെയാണ്. ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യണതാണ് നമ്മുടെ ഗട്ട് ഇഷ്യൂസ്. അതായത് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റില്ല, നമ്മുടെ കോൺഫിഡന്റ് ആയിട്ട് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല, നമ്മുടെ വർക്ക് ലൈഫിനെ അത് എഫക്ട് ചെയ്യും, നമ്മുടെ വർക്കിന്റെ ക്വാളിറ്റീനെ അത് എഫക്ട് ചെയ്യും. അതുപോലെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഒരു വിശ്വസിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖം ഗ്യാസ്ട്രിക് അസുഖങ്ങളാണ്. അതായത് IBS, ഗ്യാസ്ട്രൈറ്റിസ് പോലത്തെ അസുഖങ്ങളും. രണ്ടാമത്തെ അസുഖം അലർജിയാണ്. ഇതൊന്നും മാരകമായിട്ടുള്ള ഒരു അസുഖം അല്ലെങ്കിലും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വല്ലാണ്ട് എഫക്ട് ചെയ്യുന്ന 2 അസുഖങ്ങളാണ് ഈ അലർജിയും പിന്നെ ഗ്യാസ്ട്രൈറ്റിസും അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കംപ്ലൈൻസും. ഡോക്ടർ ഇപ്പൊ പറഞ്ഞു നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് നമ്മുടെ മാനസിക ആരോഗ്യത്തിന്, നമ്മുടെ ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്നതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ IBS ഉള്ളവർ അല്ലെങ്കിൽ ഈ ഗ്യാസ് ഉള്ളവർ കഴിച്ചിരിക്കേണ്ട ഈ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു 5 ഫുഡ് എന്തായിരിക്കും, ഏതൊക്കെയാണ്? നമ്മൾ 5 ഫുഡ് ഐറ്റംസ് പറയുന്നതിനേക്കാളും നമുക്ക് മെയിൻ ആയിട്ട് 2 കാറ്റഗറി നമുക്ക് നോക്കാം. അതിലൊരു കാറ്റഗറി എന്ന് പറയുന്നത് പ്രോബയോട്ടിക്സ് ആണ്. പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗട്ടിലെ നല്ല ബാക്ടീരിയാസിന്റെ കോളനീസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ആണ് പ്രോബയോട്ടിക്സ്. അത് നമ്മുടെ പഴങ്കഞ്ഞി, തൈര്, യോഗർട്ട്, അങ്ങനത്തെ പിന്നെ ഫൈബർ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ്, കുക്കുംബർ, ക്യാരറ്റ് അതുപോലത്തെ വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ ഫൈബർ കണ്ടന്റ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, അതായത് ഓട്സ്, മില്ലറ്റ്സ്, റാഗി, അങ്ങനത്തെ ഫൈബർ കണ്ടന്റ് സോല്യൂബിൾ ഫൈബേഴ്സ് കേട്ടോ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ഗട്ടിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ്. ഈ 2 കാറ്റഗറി മാത്രം കഴിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ ഗട്ട് ഹെൽത്തി ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പഴങ്കഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു കഞ്ഞി കുടിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നും നമുക്കില്ല. അപ്പൊ കഞ്ഞി നമ്മുടെ വയറ് നല്ലതാണല്ലേ പഴങ്കഞ്ഞി? തീർച്ചയായിട്ടും അത് പഴങ്കഞ്ഞി തന്നെ വേണം. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവർനൈറ്റ് അത് വെക്കുമ്പോൾ നമ്മുടെ അതിൽ ഫെർമെന്റേഷൻ നടക്കുകയും നല്ല ബാക്ടീരിയസ്, ഈ ലാക്ടോബാസിലസ് പോലത്തെ നല്ല ബാക്ടീരിയാസ് അതിൽ വരികയും അതൊരു പ്രോബയോട്ടിക് ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ഗട്ടിന് അത് ഹെൽപ്പ് ചെയ്യാം. അതല്ലാണ്ട് കഞ്ഞിയായിട്ട് കുടിച്ചാൽ ഓക്കെ, നമുക്കൊരു ഫുഡ് ഐറ്റം, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അത്യാവശ്യം ഇപ്പോൾ പൊടിയരി കഞ്ഞിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഫൈബേഴ്സ് ഒക്കെ ഉണ്ടെന്ന് ഇതിലുപരി ഒരു ഹെൽപ്പ് അതിൽ ഉണ്ടാവില്ല. പക്ഷെ ഓവർനൈറ്റ് വെക്കുമ്പോൾ അതൊരു നല്ല പ്രോബയോട്ടിക് ആയിട്ട് മാറും. അപ്പോൾ അതിൽ കുറച്ച് തൈരും ഒഴിച്ച് മുളകും പൊട്ടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡായിട്ട് മാറും.